ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു കഴിയുമ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഡോക്ടറേറ്റുകൾ, PhDകൾ ഒക്കെ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിരീക്ഷണം നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്കുള്ള ഓട്ടത്തിലാണ്, ആ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഈ മനഃശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ സ്വന്തം മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള വസ്തുത. എത്രയോ ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള വ്യക്തികളെ, അവരുടെ മനസ്സിനെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ ജെ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ, അതേപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുവാനും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കുവാനും അതിൽ റിസർച്ച് നടത്തുവാനും ഒരു കൂട്ടർ, അതേപോലെ തന്നെ ശങ്കരാചാര്യരെ, അങ്ങനെ ഓരോ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ വലിയ പേഴ്സണാലിറ്റികളെ പഠിക്കുവാനും അവരെ നിരീക്ഷിക്കുവാനും ഒക്കെ ഒരുപാട് സമയം പലരും കണ്ടെത്തുന്നുണ്ട്. സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുവാനും ആളുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യത്തെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവരെ നിരീക്ഷിക്കുവാനും അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തുവാനും നമുക്ക് എളുപ്പമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്ലസ് പോയിൻ്റ് കണ്ടെത്തുവാനും എളുപ്പമാണ്. ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഗുരുവിൻ്റെ കൃതികളെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. അതേ സമയത്ത് ആ അറിവ് ഉപയോഗിച്ച് അവനവനെ എന്തുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുന്നില്ല? ഇതാണ് പ്രധാന വിഷയം. അപ്പോൾ എപ്പോഴും പുറത്തേക്ക് മനസ്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ബുദ്ധി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനവൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാതെ കാലം കഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ പ്ലസും മൈനസും, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്കാർക്കും നമ്മുടെ മൈനസിനെ ആരും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നമ്മൾക്ക് ഇല്ലാത്ത ഗുണങ്ങളെ പുകഴ്ത്തി സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങളെന്ന് ഗുരു പറയുന്നുണ്ട്. ഇപ്പോൾ സ്തുതി പാടിക്കഴിഞ്ഞാൽ പൊങ്ങാത്ത ആരുമില്ല. അത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഒരു മൈനസ് ഒരാൾ പറഞ്ഞു തന്നാൽ അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത. അപ്പോൾ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? നമ്മൾക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾക്ക് വികാസമില്ലാതെ പോകും. നമ്മളെ പുകഴ്ത്തി നമ്മുടെ ഇല്ലാത്ത ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മളെ തിരിച്ചറിയുന്നില്ല. മറ്റുള്ള ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കൽ APJ അബ്ദുൽ കലാം സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ഭാരതത്തിൽ നമുക്ക് അതിനു മാത്രം സമ്പത്തുണ്ട്, എല്ലാ രീതിയിലും ഭൗതികമായ സമ്പത്തും അറിവിൻ്റെ ഇതെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ അതില്ല എന്നാണ് ഇവിടുത്തെ ആളുകളോട് പുറത്തുള്ള ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് വെള്ളക്കാരാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സങ്കോചം, ഒരു മനസ്സിൻ്റെ ആ ഒരു ചെറിയ തലത്തിലേക്ക് കൊണ്ടുവിടാനായിട്ട് അവരെല്ലാം ശ്രമിച്ചു. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു. അതായത് നമ്മൾ മാനസികമായി അടിമകളായി മാറിപ്പോയി, വെള്ളക്കാരൻ്റെയും അതുപോലെ. കാരണം ഇവിടെ നിന്ന്
കുട്ടികൾ പഠിക്കുവാനായി പുറം രാജ്യത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്തിൻ്റെയോ കുറവുണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ എന്തിന് സമ്പത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ട് നമ്മൾ സമ്പത്തിന് വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെയുള്ള സമ്പത്തിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് നമ്മൾ പഠിക്കാനോ പഠിപ്പിക്കുവാനോ സമ്മതിക്കുന്നില്ല. ആ രീതിയിലേക്കുള്ള ഒരു അപകടം APJ അബ്ദുൽ കലാം ദ വിങ്സ് ഓഫ് ഫയറിൽ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള മഹാത്മാക്കൾ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് സയൻറ്റിസ്റ്റാണ്, അതേ സമയത്ത് തന്നെ ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഭൗതിക സമ്പത്തും അതേപോലെ തന്നെ ആത്മീയ സമ്പത്തും ഇവിടെ വേണ്ടുവോളം ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ വളർന്നു വരും തലമുറയ്ക്ക് അതില്ല. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുവാനും അതിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.